കിങ്ഡം. അപ്പം ഞാൻ കിങ്ഡം കണ്ടു. പ്രീമിയർ ഷോ ആണ് കണ്ടത് യുകെയിലെ. ആൻഡ് എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കിങ്ഡം കാണാൻ പോകുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ ചെയ്യും എന്നുള്ള. ആൻഡ് ഫൈനലി ഇന്ന് കണ്ട് റിവ്യൂ ചെയ്യാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:28 ഇവിടെ രാത്രി. ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യണത്. രാത്രിയല്ല, അടുത്ത ദിവസം പുലർച്ചെയായി ഏകദേശം. അപ്പോൾ മൂവിയിലേക്ക് വരാം ഡയറക്റ്റായിട്ട്. നമുക്ക് ആദ്യം തന്നെ ഡയറക്ടറിനെ കുറിച്ച് സംസാരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള പറഞ്ഞിട്ട് റിവ്യൂലേക്ക് വരാം. സോ ഗൗതം തിന്നന്നൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ടർ. പ്രൊണൗൺസിയേഷൻ തെറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, പോവാം. ഗൗതം തിന്നന്നൂരി ആളുടെ മൂവിയാണിത്. ആൻഡ് ആളുടെ കഴിഞ്ഞ മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജേഴ്സി. അതിൻ്റെ ഇടയിൽ ഏതോ മൂവി വന്നിട്ടുണ്ട്, ഐ എം നോട്ട് ഷുവർ. പക്ഷെ ജേഴ്സി, മറ്റേ ആരംഭമേ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവി, ആളാണ് അതിൻ്റെ ഡയറക്ടർ. ആൻഡ് അതെൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയായിരുന്നു. ഇനി കിങ്ഡത്തിലേക്ക് വരുന്ന സമയത്ത് ഹി ഡിഡ് ഡീസൻറ്റ് ജോബ്. അങ്ങനെ തന്നെ പറയണം. കൂടുതൽ സിനിമയിലേക്ക് വരുന്ന മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തന്നെ പറയാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള സിനിമോട്ടോഗ്രാഫറാണ്. 2 പേരുണ്ട്. ആൻഡ് ഈ 2 പേരും ഞാൻ തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മലയാളികളാണ് 2 സിനിമോട്ടോഗ്രാഫറും. ഗിരീഷ് ഗംഗാധരനും ജോമോൻ ടി ജോൺ. ജോമോൻ ടി ജോൺ തന്നെയാണ് തോന്നുന്നു ARM വരുന്നത്. ആൻഡ് ഐ എം നോട്ട് 100% ഷുവർ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും നല്ല രീതിയിൽ അവർ എന്താ പറയുക, ക്യാമറ വർക്ക്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി 2-3 സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഒരു ഫീല്, എലിവേറ്റിംഗ് ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ 2-3 സ്ഥലത്ത് ഭയങ്കരമായിട്ട്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോഴും ചെറുതായിട്ട് ARMലെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരാം. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളത് മ്യൂസിക് എല്ലാവർക്കും അറിയാം. അനിരുദ്ധ് രവിചന്ദ്രൻ. അനിരുദ്ധ് റോക്ക് സ്റ്റാർ അനിരുദ്ധാണ് BGM, ഐ മീൻ മ്യൂസിക് ഡയറക്ടർ. BGM ഒക്കെ എനിക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും കോപ്പി അടിക്കും കാര്യങ്ങളാണ് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി ആൾ ചെയ്യണ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ കോപ്പി അടിച്ചാലും അപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അതേപോലെ കൊണ്ടുവരും. ശരിയായിരിക്കാം. പക്ഷെ അടുത്ത ദിവസം മുതൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതലേ നമ്മുടെ മനസ്സിൽ ആ BGM ഇങ്ങനെ കിടന്ന് കളിക്കും. ഓരോ സിനിമ എടുത്ത് നോക്കിയാലോ ഇതിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു BGM ആണ് ആൾ ചെയ്തിട്ടുള്ളത്. നോട്ട് ദാറ്റ് ഗ്രേറ്റ് ബട്ട് ഡീസൻറ്റ് ജോബ്. പിന്നെ ആക്ടേഴ്സിൽ വരുന്ന സമയത്ത് വിജയ് ദേവരകൊണ്ട. ആളുടെ ലാസ്റ്റ് ഇറങ്ങിയ മൂവീസൊന്നും അത്രത്തോളം അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ആൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തു. ഐ മീൻ ആളെ ആക്ടിങ്, ഐ മീൻ ആളൊരു പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസിനൊന്നുള്ള സ്പേസ് ഒന്നുമില്ല, എന്നാൽ കൂടെ നല്ല വൃത്തിക്ക് ആൾ ചെയ്തിട്ടുണ്ട്. ഓവർ പരിപാടീസൊന്നുമില്ല. ജസ്റ്റ് ആൾ റോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എങ്ങനെയാണോ ആ ക്യാരക്ടർ അതേപോലെ വന്നിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആളാണ്. അയാളെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. ജസ്റ്റ് ആളുടെ പേരും കാര്യങ്ങളും. വെങ്കിടേഷ്, നമ്മൾ വെങ്കി എന്ന് വിളിക്കും. ഉടൻപണത്തിലൊക്കെ ഉണ്ട് ആൾ. പുതിയ ഉടൻപണത്തിലെ ആങ്കറാണ്. ആൻഡ് നായകനിലായിരുന്നു ആൾ ഇങ്ങനെ വന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളെ. ആളാണ് ഇതിലെ ഒരു അടിപൊളി റോള്, വില്ലൻ ഐ മീൻ നെഗറ്റീവ് ഷെയ്ഡുള്ള റോള് ചെയ്യണത്. മാൻ ഉഷാറായിട്ടുണ്ട്. ഞാനത് സിനിമയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കിങ്ഡം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സിനിമ കാണുന്നതിൻ്റെ കുറച്ച് മുന്നേ, ഒരു 2 മണിക്കൂർ മുന്നെയാണ് ഞാൻ ആ ഒരു ഓഡിയോ ലോഞ്ചിൽ ആളുടെ സ്പീച്ച് കേട്ടത്. ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആളെ ഒരു ലെവൽ ഓഫ് മീൻ ആൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ആൾ തെലുഗു, ഇംഗ്ലീഷ്, തമിഴ് എല്ലാം വെച്ചിട്ട് ആ സ്റ്റേജ് റൂൾ ചെയ്യായിരുന്നു. അതിൽ ആളുടെ അടുത്ത് എന്താ നിർത്താനൊക്കെ പറയണ പോലെ തോന്നി ഇടയിൽ വന്നിട്ട്. പക്ഷേ ആളതൊന്നും മൈൻഡാക്കാതെ ഉഷാറാക്കി പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു, ഓക്കെ സിനിമയിലേക്ക് ഇത്ര കോൺഫിഡൻസിൽ ആൾ പറയേണ്ടതുണ്ടെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഈസ് ഫോർ യു വെങ്കടേഷ്. ഇഫ് യു ആർ സീയിങ് ദിസ് വീഡിയോ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ യു ഡിഡ് എൻ അമേസിങ് ജോബ്. ഐ മീൻ ഇറ്റ് വാസ് സൂപ്പർ. എനിക്ക് ആ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. സിനിമയിൽ വരുന്ന മൊമെൻറ്റ്സും ആൾക്ക് കൊടുത്തിട്ടുള്ള BGMഉം ഓക്കെ. അനിരുദ്ധ ആൾക്ക് നല്ല അടിപൊളി സ്കോറൊക്കെ കൊടുത്തിട്ടുണ്ട് വരുന്ന സമയത്ത്. കോസ്റ്റ്യൂം ചെയ്ത ആൾ ഉഷാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെങ്കിയുടെ കോസ്റ്റ്യൂം, ആ ഒരു റോളിന്, ആ ഒരു ക്യാരക്ടറിന് പറ്റിയ കോസ്റ്റ്യൂം കിടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആളെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, കാരണം ഞാനത് നോട്ട് ചെയ്ത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. എനിവേസ് എല്ലാവരും ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മാസ് പരിപാടി മാറ്റി വെച്ചിട്ട് ഒരു എന്താ പറയുക, ഇമോഷൻസിന് സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ഡ്രമാറ്റിക് രീതിയിലാണ് പടം പോണത്. ഐ മീൻ വിജയ് ദേവരകൊണ്ടയാണെങ്കിലും കുറേ ഫൈറ്റ് സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നോർമലായിട്ട് എന്താണ് ആ സംഭവത്തിന് വേണ്ടത് അത് റോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറേ എന്താ പറയുക ഫൈറ്റ് സീനും കുറേ എലിവേറ്റിംഗ് സീനൊന്നും പ്രതീക്ഷിക്കേണ്ട. സാധാ ഒരു രീതിയിലാണ് അവരെടുത്തിട്ടുള്ളത്. ആ കഥ അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യണത്. അപ്പോൾ അത് അവർ അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ആൻഡ് എനിക്ക് ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് തോന്നി. നോട്ട് ദാറ്റ് ഗ്രേറ്റ് ബട്ട് ഒരു ഡീസൻറ്റ് വാച്ച് മൂവി. എസ്പെഷ്യലി പെർഫോമൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെങ്കിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതേപോലെ വിജയ് ദേവരകൊണ്ടയുടെ കൂടെ ഉള്ളൊരു ക്യാരക്ടറുണ്ട്, ആളുടെ ബ്രദറായിട്ട് അഭിനയിക്കണ ആളും ഉഷാറായിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ കുറേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, അവരൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയും ബോറെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ സിനിമകൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. ഇതിലേക്ക് നെഗറ്റീവ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തോന്നുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും റബ്ബർ ബാൻഡ് വലിച്ച പോലെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയ പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ആൾക്കും ഇതേപോലൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ഉണ്ട്, അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്. എനിക്ക് നന്നായിട്ടൊക്കെ ഫീൽ ചെയ്തു. കുറച്ചൊന്ന് വലിച്ച പോലെ തോന്നി, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ സിനിമാറ്റിക്കായി കൊടുക്കാതെ ഒരു നാച്ചുറൽ രീതിയിൽ അവരത് കാണിച്ചു. മേ ബി അത് അവർക്ക് അതായിരിക്കും വേണ്ടത്. ഇവിടെ ആ സ്റ്റോറി എങ്ങനെയായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ കുറച്ചൊക്കെ ഒരു 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 സൈഡിൽ കുറച്ച് എലവേറ്റിംഗ് കൊടുത്ത് സിനിമാറ്റിക് ആക്കാമായിരുന്നു. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിവേയ്സ് നല്ല ഒരു എന്താ ഡീസൻ്റ് ആയിട്ടുള്ള മൂവി. അപ്പോൾ ഔട്ട് ഓഫ് 5 ഞാനൊരു 3.5 ഒക്കെ കൊടുക്കും. കാരണം എനിക്ക് വല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് തോന്നി മൂവി. ആൻഡ് എഗെയിൻ ഐ എം സോ ഹാപ്പി ഫോർ വെങ്കിടേഷ്. കാരണം ആൾക്ക് കിട്ടിയ റോൾ എന്ത് അടിപൊളി റോളാണ്, ക്യാരക്ടർ വൈസ്. അപ്പോൾ അതാണ് ഞാൻ ഭയങ്കര എനിക്ക് ഇഷ്ടമായി തോന്നിയത്. പിന്നെ വിജയ് ദേവരകൊണ്ടയാണെങ്കിലും ആളൊരു അടിപൊളി റോൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്ന ലൈഗറൊന്നും വല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൾക്ക് നല്ല ആ ഒരു എന്താ പറയുക, സ്ക്രീൻ റൂൾ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് ആളെ ഉള്ളിൽ, ഒരു സ്കില്ല് എന്താ പറയുക, ആൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു റോള് പ്രോപ്പറായിട്ട് കിട്ടാത്ത പോലെ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മാസീവായിട്ടുള്ളൊരു ഇത് കിട്ടി. പിന്നെ എഗെയിൻ ഒരു നെഗറ്റീവ് അല്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടേക്കൊക്കെയോ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ കുറേ സീനുകൾ നമ്മൾ എവിടേക്കൊക്കെയോ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നമാവും, വേണ്ട. പക്ഷേ എവിടേക്കൊക്കെയോ കണ്ട പോലെ എനിക്ക് തോന്നി. എനിവേയ്സ് അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ സിനിമ കാണണം, അത് സിനിമ കണ്ടു നോക്കൂ. ആൻഡ് ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെർത്താണ്. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു സ്കെയിൽ വെച്ചിട്ടുള്ള മൂവി ഒന്നല്ല. പക്ഷേ റോ മൂവി, അത് അവർ ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ടുള്ള ഡീസൻറ്റ് വാച്ച്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും സിമ്പിളാക്കി വെക്കാനാണ് എനിക്കിഷ്ടം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലി ആയിട്ട്, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇന്ന് കുറച്ച് ഹാപ്പിയാണ്, കാരണം ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന മീൻസ് ഞാൻ നല്ല രീതിയിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു മൂവിനെ കുറിച്ച് പറഞ്ഞിട്ട്. ആൻഡ് ടുഡേ ഐ ഫീൽ ഹാപ്പി. ആൻഡ് താങ്ക് യു വിജയ് ദേവരകൊണ്ട, താങ്ക് യു വെങ്കിടേഷ് ഫോർ യുവർ പെർഫോമൻസ്. ആൻഡ് ഡയറക്ടറിനും താങ്ക് യു. കാരണം ഡയറക്ടർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ജേഴ്സിയൊക്കെ എടുത്ത് ജേഴ്സി പോലത്തെ മൂവിയിൽ എങ്ങനെയായിരുന്നു ആൾ ചെയ്തു വെച്ച് അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അനിരുദ്ധ് എപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. തിയേറ്ററിലിരിക്കുമ്പോൾ ആ മറ്റേ ഫീൽ ഇങ്ങനെ കിട്ടും, യലയേലായേ ഇനി അത് മനസ്സിലിങ്ങനെ ഉണ്ടാവും ആ BGM ഡെഫിനറ്റ്ലി. അപ്പോൾ എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്, പറഞ്ഞ പോലെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് ബൈ ബൈ, ടാറ്റാ.